ഭർത്താവ് മനസ്സിലാക്കാത്ത, ഭാര്യ മനസ്സിലാക്കാത്ത ധർമ്മസങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകം കുടുംബങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജീവിത പങ്കാളിയോ മാതാപിതാക്കളോ എന്നോട് ചേർന്നിരിക്കുന്ന ജീവിതങ്ങളാരും എന്നെ മനസ്സിലാക്കാത്ത കണ്ണീർ കയറ്റി ഞാൻ കഴിയുമ്പോൾ ബൈബിളിലെ വചനം നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട്. മകനെ, നിന്റെ ഭർത്താവ് നിന്നെ അവഗണിക്കുമ്പോൾ ഓർത്തോളം കർത്താവ് അറിയുന്നുണ്ട്. നീ അവഗണിക്കപ്പെടുന്നത്, നീ കരയുന്നത്, നീ ഭാരപ്പെടുന്നത്, നീ തളർന്നു പോകുന്നത് കർത്താവ് കാണുന്നുണ്ടെന്ന് തിരുവചനം നിങ്ങൾക്ക് ഉറപ്പ് തരിക. കരമുയർത്തി പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഈ കർത്താവ് അവളെ കണ്ടു. തൊട്ടടുത്ത എന്താണ്? കർത്താവ് അവൾക്ക് സന്താന ഭാഗ്യം കൊടുത്തു. കർത്താവ് അവൾക്ക് സന്താന ഭാഗ്യം കൊടുത്തു. ലേയായെ ദൈവം അനുഗ്രഹിച്ചു. അവൾക്ക് 7 വർഷം ദൈവം 7 ആൺമക്കളെ കൊടുത്ത് അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ഭർത്താവ് യാക്കോബ് അവളെ വെറുത്ത് ജീവിക്കുമ്പോഴും അവളെ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു. ബൈബിൾ നമ്മൾ കാണുന്ന ഒരു മഹാഭാഗ്യമാണ്. പഴയ നിയമത്തിന്റെ കോൺടെക്സ്റ്റിൽ ബൈബിൾ അമ്മമാർക്ക് കൊടുക്കുന്ന, സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവരെ ഒരു അമ്മയായി തീർക്കുക എന്നത്. ദൈവം ഈ ലേയായ്ക്ക് കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഭർത്താവിന് സ്നേഹമില്ല, ഭർത്താവിന് വെറുപ്പാണ്. പക്ഷേ അതേ ഭർത്താവിന് ദൈവം ഇവർക്ക് 7 പുത്രന്മാരെ, 7 എന്ന് പറഞ്ഞാൽ ബൈബിളിന്റെ അർത്ഥം പൂർണ്ണത എന്നാണ്, പൂർണ്ണത. അപ്പോൾ 7 ആൺമക്കളെ കൊടുത്ത് ദൈവം ഈ ലേയായെ അനുഗ്രഹിച്ചു. കാരണം പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ഭാര്യമാരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ, ഒരു സങ്കടം ഉണ്ടെങ്കിൽ, ദാമ്പത്യ ജീവിതത്തിൽ വേദന ഉണ്ടെങ്കിൽ ധ്യാനിച്ചോ കേട്ടോ, ദൈവം നിങ്ങൾക്ക് പ്രതിസമ്മാനമായിട്ട് തരാമെന്നറിയാമോ? മക്കളെയാണ്. കുടുംബജീവിതത്തിന്റെ രഹസ്യമാണ്. വലിയ ഭർത്താവ് ഭൂമിയെ വഴക്കായിരുന്നു, തമ്മിത്തലായിരുന്നു. നിങ്ങൾ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു നമ്മളിപ്പോ അത്ഭുതപ്പെട്ടു. പക്ഷെ എന്ത് സംഭവിക്കും? 2-3 കൊല്ലമൊക്കെ ഒരു മാംസം ഉണ്ടാവാറില്ല. ആ ഡിവോഴ്സിന് വക്കീലാണെങ്കിൽ 1ാമത്തെ കൊച്ചുണ്ടായി ഭൂമിയെ വഴക്കായിരുന്നു. പക്ഷെ നമ്മൾ കാണും 2 വർഷം കഴിയുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് അറിയാം. പക്ഷേ 2 കൊല്ലം കഴിയുമ്പോൾ മാംസമാണ് 2ാമത്തെ കൊച്ചു. ദൈവം കുടുംബങ്ങൾക്ക് നല്ലൊരു സമ്മാനമാണ് മക്കൾ. ബൈബിൾ പറയുന്നത് അറിയോ? ഉദരഫലം കർത്താവിന്റെ സമ്മാനം. ദൈവം ഈ വീട്ടിലേക്ക് സമ്മാനം തരിക. പ്രശ്നം ഉണ്ടാവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ദൈവം ഒരു സമ്മാനം തരുന്ന മക്കളാണ്. ഇതിനെന്തറിയോ? ആ കുടുംബത്തിന്റെ പ്രശ്നത്തിന് പ്രതിവിധിയായി ദൈവം തരുന്ന ഉത്തരമാണ്. ആ മക്കളിലൂടെ ദൈവം ആ പ്രശ്നത്തെ തീർക്കും. ആ മക്കളിലൂടെ ദൈവം ആശ്വാസം. അങ്ങനെ ഒത്തിരി കുടുംബങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മൾ ഈ മുതിർന്ന തലമുറ ജസ്റ്റ് ഒന്ന് ഓർമ്മ നോക്കിയറിയാം. മുതിർന്ന തലമുറ ഓർമ്മിച്ചാൽ അറിയാം. നമ്മുടെ വീട്ടിലോ നമ്മുടെ ചുറ്റുപാടുകളിലോ ഒക്കെ ഇതിന്റെ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. ഭാര്യ ഭർത്താവ് ഒത്തിരി സൈന്യത്തിന്റെ അമ്മച്ചമാർ, ഒത്തിരി സൈന്യത്തിന്റെ അപ്പച്ചന്മാർ, അവരുടെ ജീവിതത്തിലേക്ക് ദൈവം കൊടുത്ത് കുറയാണ് ചില മക്കൾ. ആ മക്കളിലൂടെ ദൈവം അവരുടെ പ്രശ്നങ്ങൾ ഇത് ദൈവം അഭിമുഖത്തിൽ ചേർക്കുന്ന വലിയ രഹസ്യമാണ്. കരമുയർത്തി പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം മക്കളെ തന്ന് അനുഗ്രഹിക്കുന്ന ഒരു ബൈബിളുണ്ട്. നമ്മൾ ഇവിടെ റാഹേലിന്റെ ജീവിതത്തെ ധ്യാനിക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കുന്ന ഒരു മേഖലയാണ്. റാഹേൽ ഒരിക്കലും ജീവിതത്തിൽ അവൾ ഭർത്താവിനെതിരെ പരാതിപ്പെടുന്നില്ല. ഒരു കുടുംബജീവിതം നയിക്കുമ്പോൾ എപ്പോഴും ഓർമ്മിരിക്കേണ്ട ഒരു വലിയ മർമ്മമാണ് കേട്ടോ. ജീവിതത്തിൽ പരാതി പറയാതിരിക്കുക എന്നതാണ് ഒരു ജീവിതത്തെ ഏറ്റവും കുറയിൽ നയിക്കാൻ, സ്വർഗത്തിൽ പോകാൻ. കുടുംബജീവിതം നയിക്കുന്നവർക്ക് സ്വർഗത്തിൽ പോകാനുള്ള ഏറ്റവും നല്ല കുറുക്കുമാർഗം, കുറുക്കു വഴി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പരാതി പറയാൻ. റാഹേൽ ലേയായുടെ വലിയ പുണ്യമാണ്. പരാതിയില്ലാത്തതും ഭാര്യയായ എപ്പോഴും കല്യാണം കഴിച്ച് പിറ്റേ ദിവസം തുള്ളിച്ചാടി പോയത് നല്ല കാര്യത്തിനൊന്നല്ല കേട്ടോ. വേളാങ്കണ്ണിക്ക് നിർത്തണത്തിന് പോയതൊന്നുമില്ല, അനിയത്തിനൊക്കെ പോയത്. പക്ഷേ ലേയായുടെ അവതരങ്ങളിൽ നിന്ന് പരാതിയുള്ള ജീവിതത്തിൽ പരാതി പറയാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ രഹസ്യം. ഞാൻ ബൈബിളിനെ കുറിച്ച് രസകരമായ